കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതിരോധം തീർക്കാൻ ഡിവൈഎഫ്ഐ ഇന്ന് വടകരയിൽ ഡിവൈഎഫ്ഐ ബഹുജന പൊതുയോഗം സംഘടിപ്പിക്കും. പോലീസ് നടപടി പ്രതികളെ സംരക്ഷിക്കുന്നെന്ന് ആരോപിച്ച് തിങ്കളാഴ്ച വടകര SP ഓഫീസിലേക്ക് UDF മാർച്ച് നടത്തും. വിവരങ്ങളുമായി ശരത്താണ് ചേരുന്നത്. ശരത്ത്, എന്തായാലും പാർട്ടി ഉൾപ്പെടെ വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഒപ്പം ഡിവൈഎഫ്ഐയും പോലീസ് റിപ്പോർട്ട് ഉൾപ്പെടെ ഡിവൈഎഫ്ഐക്ക് വലിയ തിരിച്ചടിയാവുന്ന സാഹചര്യത്തിൽ കൂടിയാണോ ഈ ബഹുജന പൊതുയോഗം സംഘടിപ്പിക്കാനുള്ള നീക്കവും? ആര്യ, അതായത് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം പാർട്ടിയെയും അതേപോലെ തന്നെ സംഘടനയെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐ വിശദീകരണ പൊതുയോഗവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് വിശദീകരണ പൊതുയോഗം നടക്കുന്നത്. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണന്റെ പേര് ഉൾപ്പെട്ടതാണ് സംഭവം ഡിവൈഎഫ്ഐയെ പ്രതിരോധത്തിലാക്കിയത്. അതുവരെ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ പാർട്ടിയുടെ പേരിൽ പാർട്ടിയുടേതെന്ന് തോന്നിപ്പിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം സംഘടനയ്ക്കില്ല എന്ന രീതിയിൽ കഴിയൊഴിയാനായിരുന്നു ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റിബേഷിന്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നതോടെ കൂടി തന്നെ സംഘടന പ്രതിരോധത്തിലാകുന്ന സാഹചര്യമുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ഇത് പ്രതിപക്ഷ സംഘടനകൾ, അതായത് UDF, RMPI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത് വലിയ ആയുധമാക്കുന്നു എന്ന് കണ്ടുകൂടിയാണ് ഇന്നിപ്പോൾ വിശദീകരണ പൊതുയോഗത്തിലേക്ക് ഡിവൈഎഫ്ഐ നീങ്ങുന്നത്. വൈകിട്ട് 4 മണിക്കാണ് വിശദീകരണ പൊതുയോഗം നടക്കുന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി PC ഷൈജു ആണ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ നിലവിൽ ഇത്തരത്തിൽ ജനങ്ങളെ ഈ ഒരു സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളെ ധരിപ്പിക്കുന്നതിനൊപ്പം തന്നെ നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകാനും ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ റിബേഷ് പാറക്കൽ അബ്ദുൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് തനിക്കെതിരെ നടക്കുന്നത് തെറ്റായ പ്രചരണമാണ് എന്ന രീതിയിൽ തന്നെയാണ് റിബേഷ് ആ വക്കീൽ നോട്ടീസിൽ പറയുന്നത്. ഒപ്പം നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ച് 3 ദിവസത്തിനകം പ്രസിദ്ധീകരിക്കണമെന്നും ആ നോട്ടീസിൽ ഉണ്ട്. എന്തായാലും അത്തരത്തിൽ നിയമ നടപടികളുമായി ഒരു വശത്ത് കൂടി പോകുന്നതിനൊപ്പം തന്നെ ജനങ്ങളെ കാര്യങ്ങൾ ബോധിപ്പിക്കുക എന്ന രീതിയിൽ തന്നെയാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് നീങ്ങുന്നത്. അതേസമയം പ്രതിപക്ഷ സംഘടനകൾ, അതായത് UDF-ഉം കോൺഗ്രസ് ലീഗ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ RMPI ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ ആയുധമാക്കാൻ, അതായത് പാർട്ടിക്കും ഡിവൈഎഫ്ഐക്കും എതിരെയുള്ള ഒരു ആയുധം എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുന്നത്. കാരണം റിബേഷിൻ്റെ പേര് ഇതിൽ ഉൾപ്പെട്ടതോടുകൂടി തന്നെ ഇത് ഡിവൈഎഫ്ഐയുടെ പങ്ക് എന്ന രീതിയിൽ തന്നെയാണ് UDF ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വലിയ പ്രതിഷേധ പരിപാടികൾ കോൺഗ്രസും ലീഗ് ഉൾപ്പെടെയുള്ള UDF സംഘടനകൾ ആലോചിക്കുന്നുണ്ട്. നാളെ ഇപ്പോൾ UDF-ൻ്റെ നേതൃത്വത്തിൽ വടകര SP ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മുൻ MP മുരളീധരനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ രീതിയിൽ ഒരു ഭാഗത്ത് പ്രതിപക്ഷ സംഘടനകൾ വലിയ പ്രതിഷേധവുമായി നിൽക്കുന്നതിനൊപ്പം തന്നെ മറുഭാഗത്ത് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള CPM അനുകൂല സംഘടനകൾ ഇത്തരത്തിൽ പ്രതിരോധം തീർക്കാൻ തന്നെയാണ് നീങ്ങുന്നത്. ചരത്ത്, ഇത് പ്രതിരോധം തീർക്കുന്നു എന്ന് പറയുമ്പോൾ പോലും പോലീസ് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വാർത്തകൾ പുറത്തു വന്നത്. അതായത് വടകര ബ്ലോക്ക് പ്രസിഡൻ്റായിട്ടുള്ള ഡിവൈഎഫ്ഐ നേതാവ്, അധ്യാപകൻ കൂടിയായിട്ടുള്ള വ്യക്തിയാണ് ഇതാദ്യം റെഡ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എത്തിക്കുന്നത്. അത് എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ഈ സ്ക്രീൻഷോട്ട് ലഭിച്ചിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാൻ ഈ വ്യക്തി തയ്യാറായിട്ടില്ല. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ ഉൾപ്പെടെ പിടിച്ചെടുത്തു എന്നുള്ളത് പോലീസാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പോലീസാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഡിവൈഎഫ്ഐ ഏത് വിധത്തിലുള്ള പ്രതിരോധമാണ് തീർക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. വസീഫ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടിരുന്നു. അതിനപ്പുറത്തേക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടല്ലോ, പ്രത്യേകിച്ച് വടകരയിലെ ജനങ്ങളെ. അപ്പോൾ അത് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിക്കെതിരായ പ്രചരണം, അതിന് ഒരു വർഗീയ ചുവയുണ്ട് എന്ന വിധത്തിൽ UDF ഉൾപ്പെടെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഏത് വിധത്തിലാണ് ജനങ്ങളോട് ഡിവൈഎഫ്ഐ വിശദീകരിക്കാൻ പോകുന്നത്? ശരത്ത്, ബിനിൽ, അതായത് ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐ ഉദ്ദേശിക്കുന്നത് നേരത്തെ തന്നെ വസീഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. അതായത് ഡിവൈഎഫ്ഐ റിബേഷിൻ്റെ പേര് ഉൾപ്പെട്ടു എന്നെങ്കിൽ പോലും ഇത് പ്രചരിപ്പിച്ചു എന്ന് മാത്രമാണ്. അതായത് ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് റിബേഷ് ശ്രമിച്ചിട്ടുള്ളത് എന്ന രീതിയിലാണ് ഡിവൈഎഫ്ഐ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഒപ്പം ഇത് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഇപ്പോഴും UDF കേന്ദ്രങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ ലീഗ് കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്നുൾപ്പെടെയുള്ള രീതിയിൽ തന്നെയാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ വിശദീകരണം ആ രീതിയിൽ തന്നെയാണ് പ്രതികരണം ഉൾപ്പെടെ നടത്തിയിട്ടുമുള്ളത്. ആ സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഇന്നിപ്പോൾ പൊതുയോഗത്തിലും ഡിവൈഎഫ്ഐ അക്കാര്യം വ്യക്തമാക്കുക. അതായത് ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ നിലപാട് ആവർത്തിക്കുകയായിരിക്കും ഡിവൈഎഫ്ഐ ചെയ്യുക എന്നുള്ളതാണ് ശരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് വടകര കേന്ദ്രീകരിച്ചുണ്ടാകുന്നത്. ഡിവൈഎഫ്ഐയുടെ രാഷ്ട്രീയ വിശദീകരണ ബഹുജന പൊതുയോഗമാണ് വടകരയിൽ ഇന്ന് നടക്കുക.